CPM പ്രവർത്തകൻ അമ്പലത്തിൻകാല അശോകൻ വധക്കേസിൽ 5 പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. 3 പേർക്ക് ജീവപര്യന്തവും എല്ലാവർക്കും 50,000 രൂപ പിഴയും നൽകണം. വിധിയുടെ വിശദാംശങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. CPM പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ 8 പ്രതികൾക്ക് ശിക്ഷ വിധിക്കുന്നത്. ശിക്ഷയുടെ പൂർണ്ണരൂപം അമൽ. 2013 നടന്ന ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും വിധി ഉണ്ടാകുന്നത്. കേസിൽ 8 പ്രതികളാണ് കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ആ 8 പേരിൽ 5 പേർക്ക് 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളാണ്. അതോടൊപ്പം തന്നെ മറ്റ് 3 പേർക്ക് ജീവപര്യന്തം ശിക്ഷയുമുണ്ട്. എല്ലാവരും 50,000 രൂപ പിഴ കൊടുക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 2013 മെയ് മാസം 5-ാം തീയതിയാണ് CPM പ്രവർത്തകനായിട്ടുള്ള അമ്പലത്തിൻകാല അശോകനെ നാട്ടുകാരുടെ മുന്നിലിട്ട് ഒരു സംഘം ആളുകൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ബ്ലേഡ് മാഫിയയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം അന്നും ഇന്നും ഉന്നയിക്കുന്ന പരാതി. ഇതിലെ പ്രതികളിൽ ഭൂരിഭാഗം ആളുകളും RSSുമായി ബന്ധം പുലർത്തുന്നവരാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ മാനം കൂടി ഈ കേസിന് വരികയും ചെയ്തിരുന്നു. നിലവിൽ എന്തായാലും കുടുംബം നടത്തിയ, പാർട്ടി നടത്തിയ, CPM നടത്തിയ നിയമ പോരാട്ടം വിജയം കണ്ടു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രതികൾക്ക് കോടതി വെറുതെ വിട്ട പ്രതികൾ ഉണ്ടായിരുന്നു. 18 പേരായിരുന്നു ആകെ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിൽ ചില ആളുകൾ മാപ്പുസാക്ഷികളാകും മറ്റും ചെയ്തിരുന്നു. ബാക്കി അവശേഷിക്കുന്ന പ്രതികളുടെ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. പ്രജീഷ്, ഈ വിധിയുമായി ബന്ധപ്പെട്ട്, വിധി നൽകുന്നതുമായി ബന്ധപ്പെട്ട അഭിപ്രായമൊക്കെ തന്നെ തേടിയിരുന്നോ? പ്രോസിക്യൂഷന്റെയും ഒപ്പം പ്രതിഭാഗത്തിന്റെയും ഇരു ഭാഗത്തു നിന്നും ഉണ്ടായ കാര്യങ്ങൾ കൂടി? വിധിയിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് അശോകന്റെ സഹോദരി നമ്മളോട് വ്യക്തമാക്കിയത്. കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിയ ഒരു നിയമപോരാട്ടമാണ് ഇത്. ഇടയ്ക്ക് വെച്ച് തനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മരണത്തിന് മുൻപ് എങ്കിലും ഈ വിധി ഉണ്ടായില്ല എങ്കിൽ ഈ പ്രതികൾ രക്ഷപ്പെടുമെന്ന് ഞാൻ ഭയന്നിരുന്നു. എന്തായാലും വിധി വന്നതിൽ വലിയ സന്തോഷമുണ്ട് എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. പാർട്ടിയും അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശരി, അശോകൻ വധക്കേസിലാണ് ഇപ്പോൾ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അമൽ തേനമ്പറമ്പിലാണ് കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.